الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد بالله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى صدق الله العلي العظيم. ബഹുമാന്യനായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ഭയപ്പെട്ട് അവന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തെ തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് നിൽക്കാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി റൂഹ് പിരിയുന്ന നേരം വരെയും നിലനിന്നു പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുവഴി അല്ലാഹു അവന്റെ മുത്തഖീങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കി വെച്ചിട്ടുള്ള പടച്ചവന്റെ സുഹൃത്തം അനന്തരമെടുക്കാനുള്ള സൗഭാഗ്യവും അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ധാരാളമായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് ചിലതുകൂടി പറയണമെന്നാണ് ഇന്നും ആഗ്രഹിക്കുന്നത്. കാരണം അല്ലാഹു അനുഗ്രഹിച്ച് ഇസ്ലാമിക സമൂഹത്തിൽ പടച്ചവൻ തന്നെ വിശേഷിപ്പിച്ച ഖൈറ ഉമ്മത്ത്, ഉത്തമ സമുദായമായ ഉമ്മത്ത് മുസ്ലിമയുടെ ഭാഗമാകാൻ അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹീതരായ സത്യവിശ്വാസികളെന്ന നിലക്ക് ഈ ഉമ്മത്തിന്റെ ഭാഗമായതുകൊണ്ടുള്ള സൽഫലങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പൈതൃക സ്വത്ത് എന്ന് പറയാവുന്ന പരിശുദ്ധ ഖുർആനിനെ ഇനിയും നമ്മൾ പരിഗണിച്ചേ മതിയാവും. അതിനോടുള്ള സമീപനത്തിൽ ഇനിയും ചില മാറ്റങ്ങളും തിരുത്തലുകളും നമ്മൾ വരുത്തിയേ തീരും എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ ഖുർആനെ കുറിച്ച് പറയാനുള്ള ന്യായം എന്ന് പറയുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക ഖിലാഫത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം പല പേരുകളിൽ ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ രംഗത്ത് വരികയുണ്ടായി. ആ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ നായകന്മാർ നടത്തിയ ചില ദീർഘദർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ കാലഘട്ടം എന്ന് പറയുന്നത് കമ്മ്യൂണിസവും മുതലാളിത്തവും ഒക്കെ
ലോകത്തെ മോചിപ്പിക്കാനും ഭരിക്കാനും വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ലോകമൊട്ടാകെ ഈ പ്രത്യയശാസ്ത്രങ്ങളോട്, മനുഷ്യനിർമ്മിതമായ ഈ പ്രത്യയശാസ്ത്രങ്ങളോട് അവർക്ക് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ചില ഇടങ്ങളിലെങ്കിലും ഫാഷിസം ജന്മം കൊള്ളുകയും വളർന്നു തുടങ്ങുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യം. അത്തരമൊരു നിർണായകമായ സന്ദർഭത്തിൽ ആ നവോത്ഥാന നായകന്മാർ പറയുകയുണ്ടായി. ചില ദീർഘവീക്ഷണങ്ങൾ അവർ പ്രകടിപ്പിക്കുകയുണ്ടായി. ലോകത്തിന്റെ നിലവിലുള്ള സംഭവ ഗതികളെ വിലയിരുത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ വരാനിരിക്കുന്ന ഒരു നല്ല നാളെയെക്കുറിച്ചുള്ള ചില പ്രവചനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുക. അവർ പറഞ്ഞു, അങ്ങനെ ഒരു കാലം വരും, അങ്ങനെ ഒരു കാലം വരും, അന്ന് കമ്മ്യൂണിസം മോസ്കോവിൽ പോലും ഗതി കിട്ടാതെ അലയും. മുതലാളിത്ത ഡെമോക്രസി ന്യൂയോർക്കിലും വാഷിംഗ്ടണിലും വരെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഉലയും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഫാഷിസ്റ്റുകൾ അവരുടെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളാൽ തമ്മിൽ തല്ലി തകരുന്ന ഒരു കാലം വരും. അന്ന് പരിശുദ്ധ ഖുർആനിന്റെ വാഹകരായ ഇസ്ലാമിക സമൂഹം തിരിച്ചറിയും, മൂസ അലൈഹിസ്സലാമയുടെ വടി പോലെ മാസ്മരിക സിദ്ധിയുള്ള ഒരു ഗ്രന്ഥം തങ്ങളുടെ കൈകളിൽ ഉണ്ടായിരുന്നുവെന്ന് ഇസ്ലാമിക സമൂഹം തിരിച്ചറിയുന്ന ഒരു കാലം വരും. ആ ഗ്രന്ഥത്തോടുള്ള അവഗണനയായിരുന്നു തങ്ങളെ അധപ്പതനത്തിലേക്കും നിന്ദ്യതയിലേക്കും തള്ളിവിട്ടത് എന്നും അന്നവർ തിരിച്ചറിയും. മാത്രവുമല്ല, ആ ഗ്രന്ഥത്തെ വീണ്ടെടുക്കുന്നതിലൂടെ മാത്രമേ തങ്ങൾക്ക് വിജയിക്കാനും ഈ ലോകത്തിന് നേതൃത്വം നൽകാനും കഴിയൂ എന്ന് ഇസ്ലാമിക സമൂഹം തിരിച്ചറിയുന്ന ഒരു കാലം വരും എന്ന് ആ നവോത്ഥാന നായകന്മാർ 1940-കളിലൊക്കെ ദീർഘദർശനം നൽകിയിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിക സമൂഹത്തിന് വിജയിക്കാനും വളരാനും വികസിക്കാനും ലോകത്തിന് മുന്നിൽ നടക്കാനും ലോകത്തിന് നേതൃപദവി അലങ്കരിക്കാനും സാധിക്കുന്നത് ഈ മൂസ അലൈഹിസ്സലാമിയുടെ വടി പോലെ മാസ്മരിക സിദ്ധിയുള്ള, മനുഷ്യന്റെ ദുനിയാവും പരലോകവും നന്നാക്കാൻ പടച്ചവൻ നൽകിയിട്ടുള്ള ഈ പരിശുദ്ധ ഖുർആനിനെ വീണ്ടെടുക്കുന്നതിലൂടെ മാത്രമേ കഴിയൂ എന്ന യാഥാർത്ഥ്യം ഇനിയും മുസ്ലിം ഉമ്മത്ത് തിരിച്ചറിയേണ്ടതായിട്ടാണുള്ളത്. അതുല്യമായ ഈ ഗ്രന്ഥം, തുല്യതയില്ലാത്ത ഈ ഗ്രന്ഥം, മൂസ അലൈഹിസ്സലാമയുടെ വടിയെപ്പോലെയുള്ള മാസ്മരിക സിദ്ധിയുള്ള ഒരു ഗ്രന്ഥമാണ്. ലോക ജനത അകപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള അന്ധകാരത്തിൽ നിന്നും മനുഷ്യ സമൂഹത്തെ വിമോചിപ്പിക്കണമെങ്കിൽ, സമൂഹത്തിൽ നിലവിലുള്ള എല്ലാ വൈകൃതങ്ങളെയും ഇല്ലായ്മ ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരൊറ്റ മൂലിയാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യ സമൂഹം പല വിധത്തിലുള്ള ജഹാലത്തിലൂടെയാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ ജഹാലത്തുകൾ, ജാഹിലിയത്തുകൾ, ശിർക്കും കുഫറുമാകുന്ന വ്യത്യസ്തങ്ങളായ ജഹാലത്തുകളിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ജനതകളെ വിമോചിപ്പിക്കാൻ പരിശുദ്ധ ഖുർആനിന് മാത്രമേ കഴിയൂ. മനുഷ്യൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയപരവുമായ സകല വിഷയങ്ങളിലും മനുഷ്യനെ നേരായതിലേക്ക് വഴി നടത്താൻ, മനുഷ്യന് നന്മയുടെ പാതയിലൂടെ മനുഷ്യനെ മുന്നോട്ട് നയിക്കാൻ ഒരൊറ്റ വഴിയേ ലോകത്തുള്ളൂ. അത് വിശുദ്ധ ഖുർആൻ തെളിയിച്ചു കാണിക്കുന്ന വഴി മാത്രമാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം എന്നത് നമുക്കൊരു ബോധ്യമായി തീരണം. നമ്മിലൂടെ ഇത് സമൂഹത്തിന് ലഭ്യമാകണം. ഏറ്റവും ശരിയായ ദിശയിലേക്ക് മനുഷ്യനെ വഴി നടത്താൻ കെൽപ്പുറ്റ കരുത്തുറ്റ ശേഷിയുള്ള ഒരൊറ്റ മാർഗദർശനം മാത്രമേ ലോകത്തുള്ളൂ. അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. അതുമാത്രവുമല്ല, ഈ ഖുർആനിന്റെ അനുയായികളായ വിശ്വാസ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവേശം ലഭിക്കാനും പ്രതീക്ഷകൾ നൽകാനും കഴിയുന്ന ഗ്രന്ഥം, നമ്മെ നിർവികാരതയിൽ നിന്നും നിസ്സംഗതയിൽ നിന്നും നിഷ്ക്രിയത്വത്തിൽ നിന്നും വിമോചിപ്പിക്കുന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ നമ്മളെ കർമ്മോത്സുകരാക്കുന്ന ഗ്രന്ഥം, നമുക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന, സന്തോഷ വാർത്ത നൽകുന്ന ഗ്രന്ഥം. വയുബശ്ശിറൽ മുഅ്മിനീൻ, മുഅ്മിനുകൾക്ക് ഇത് വലിയ സന്തോഷ വാർത്തയാണ്. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ, വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ, നെഞ്ചകങ്ങളിലുള്ള അസ്വസ്ഥതകൾ, ഇതിനുള്ള ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. ശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, ഇത് നെഞ്ചകങ്ങളിലുള്ള രോഗങ്ങൾക്ക് ശമനമാണ് എന്ന് പടച്ചത് തമ്പുരാൻ തന്നെ ഖുർആനെ കുറിച്ച് പറയുകയാണ്. നമുക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ റഹ്മത്ത് എന്താണ്? വിശ്വാസ സമൂഹത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ റഹ്മത്ത് എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ തന്നെയാണ് എന്നാണ് പറഞ്ഞത്. റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ഇത് മുഅ്മിനുകൾക്ക് വലിയ റഹ്മത്താണ്. ലോകത്തിൽ കിട്ടിയ ഏറ്റവും വലിയ വഴികാട്ടിയുമാണ് ഖുർആൻ എന്ന് ഖുർആൻ തന്നെ പറയുന്നത്. ഹുദൽ ലിൽ ആലമീനാണ്.
ഇത് സന്മാർഗത്തിന്റെ വിശദീകരണമാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ. ഇങ്ങനെയൊക്കെയുള്ള ഈ പരിശുദ്ധ ഖുർആനിനെ ആരെങ്കിലും അവരുടെ ഹൃദയ മസ്തിഷ്കങ്ങളിലൂടെ സ്വീകരിക്കുകയാണെങ്കിൽ, കേവലം വാക്കുകളെ നാവ് കൊണ്ട് പിന്തുടരുന്നതിന് പകരം നമ്മുടെ ഹൃദയ മസ്തിഷ്കങ്ങളിലേക്ക് പടച്ചവന്റെ ഈ ഗ്രന്ഥത്തെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, അവർക്ക് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചു കൊടുക്കാൻ പ്രാപ്തമായ ഫുർഖാനാണ് ഖുർആൻ എന്ന് ഖുർആനെ കുറിച്ച് അല്ലാഹു തന്നെ പറയുന്നു. വൽ ഫാരിഖു ബൈനൽ ഹഖ്ഖി വൽ ബാത്തിൽ. അൽ ഫാരിഖു ബൈനൽ ഹഖ്ഖി വൽ ബാത്തിൽ. ഇത് ഹഖ്ഖിനെയും ബാത്തിലിനെയും വേർതിരിച്ച് കാണിക്കുന്ന സാധനമാണ്. സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന വിധം ഹൃദയ മസ്തിഷ്കങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്തു വെക്കാൻ കഴിയുന്ന, നമ്മുടെയൊക്കെ ഹൃദയ മസ്തിഷ്കങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്തു വെക്കേണ്ട ഏറ്റവും കുറ്റമറ്റതും കരുത്തുറ്റതുമായ ഒരു സോഫ്റ്റ്വെയർ, അതാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഇതിന്റെ അത്ഭുത സിദ്ധി എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാൻ, ഇതിന്റെ ആകർഷണ വൈഭവം എത്രത്തോളമാണെന്ന് തിരിച്ചറിയാൻ ചരിത്രത്തിൽ നടന്ന ഒരുപാട് സംഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനെ സംബന്ധിച്ച ചില സൂചനകൾ മുമ്പ് ഞാൻ നൽകിയിട്ടുണ്ട്. ഒരാളുടെ അനുഭവം മാത്രമാണ് ഇന്ന് സഹോദരങ്ങളുമായി പങ്കുവെക്കുന്നത്. അത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നീതിനിഷ്ഠയുടെ ഉടമയായ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ 2ാം ഖലീഫയായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അനുഭവമാണ്. ആരായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ എന്ന് ചോദിച്ചാൽ, മക്കയിൽ ആരും ഭയപ്പെടുന്ന വീരശൂര പരാക്രമിയായിരുന്നു ഉമർ. ശരീരം അതികഠിനമായിരുന്നു, മനസ്സ് അങ്ങേയറ്റം കാർക്കശ്യമുള്ളവനായിരുന്നു ഉമർ. ഉമറിനെ കുറിച്ച് ആരും ചിന്തിച്ചിരുന്നത് എങ്ങനെയായിരുന്നുവെന്ന് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാകുന്നത്, ഒരുപക്ഷെ ഖത്താബിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചേക്കാം, പക്ഷേ ഖത്താബിന്റെ മകൻ ഇസ്ലാം സ്വീകരിക്കുക എന്നത് സംഭവ്യമല്ല. ഖത്താബിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചാൽ പോലും ഖത്താബിന്റെ മകൻ ഉമർ ഇസ്ലാം സ്വീകരിക്കുക എന്നത് സംഭവ്യമല്ല എന്നാണ് മക്കയിൽ ആരും ഉമറിനെ കുറിച്ച് ധരിച്ചിരുന്നത്. വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ ഉമറിനെ കുറിച്ച് കരുതിയിരുന്നത് അങ്ങനെയാണ്. അങ്ങനെയുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു ദിവസം മുഹമ്മദിന്റെ ശല്യം ഇന്നത്തോടെ തീർക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെടുകയാണ്. വഴിയിൽ വെച്ച് ഒരാളോട് കയർത്ത് സംസാരിക്കുകയും താൻ മുഹമ്മദിന്റെ തലയിറക്കാൻ പോവുകയാണെന്നും വെളിപ്പെടുത്തിയപ്പോൾ അയാൾ പറയുന്നുണ്ട്, അല്ല ഉമറെ, നിന്റെ പെങ്ങളും അളിയനും മുഹമ്മദിന്റെ മാർഗം സ്വീകരിച്ചിട്ടുണ്ടല്ലോ. ഇത് കേട്ടുകൊണ്ട് ഉമർ നേരെ സഹോദരിയുടെ വീട്ടിലേക്ക് കുതിക്കുകയാണ്. സഹോദരിയും ഭർത്താവും വീട്ടിനുള്ളിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ നേർത്ത മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടാണ് ഉമർ വാതിലിൽ മുട്ടുന്നത്. പെങ്ങൾ വാതിൽ തുറന്നപ്പോൾ കാണുന്നത് കോപം കൊണ്ട് വിറക്കുന്ന ഉമറിനെയാണ്. അങ്ങനെ ഉമറിന്റെ മുമ്പിൽ പരിഭ്രമിച്ചു നിൽക്കുന്ന പെങ്ങളോട് ഉമർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മുഹമ്മദിന്റെ മതം സ്വീകരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു, ശരിയാണോ? ഇത് പറഞ്ഞുകൊണ്ട് അളിയനിട്ടൊന്ന് കൊടുക്കുകയാണ് മുഖത്ത് തന്നെ. തടയാൻ ശ്രമിക്കുന്ന പെങ്ങളെ, സഹോദരിയെ തട്ടിത്തെറിപ്പിക്കുകയാണ് ഉമർ ചെയ്യുന്നത്. ആ വീടിടത്ത് കിടന്നുകൊണ്ട് ആ പെണ്ണ് അഥവാ ഉമറിന്റെ സഹോദരി സകല ധൈര്യവും സംഭരിച്ചുകൊണ്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട് ചരിത്രത്തിൽ. യാ ഇബ്നുൽ ഖത്താബ്, അല്ലയോ ഖത്താബിന്റെ മോനെ, അത്തദരിബുനി അലാ അൻ ഉവഹിദല്ലാഹ്, നീ എന്നെ അടിച്ചത്, നീ എന്നെ തട്ടിത്തെറിപ്പിച്ചത്, നീ എന്നെ ചൊടിച്ചത് ഞാൻ അല്ലാഹു ഏകനാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ? പടച്ചവന്റെ വഹദാനിയത്ത് ഉയർത്തിപ്പിടിച്ചത് കൊണ്ടാണോ നീ എന്നെ അടിച്ചത് എന്ന് ആ സഹോദരി ഉമറിനോട് ആ കിടന്നിടത്ത് നിന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ഖാല നഅം, ഉമറിന്റെ മറുപടി അതെ, അതിന് തന്നെയാണ്. പാരമ്പര്യമായി നമ്മൾ ആരാധിച്ചു വന്നിരുന്ന സകല ആരാധനയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഏകനായ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നു എന്നതിന്റെ പേരിൽ തന്നെയാണ് ഞാൻ നിങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഉമർ പറഞ്ഞപ്പോ, ഇതിന് മറുപടിയായിക്കൊണ്ട് ഇസ്ലാം നൽകിയ ആർജവത്തോടുകൂടി, ഉമറിന്റെ രക്തം തന്നെയാണല്ലോ സഹോദരിയുടെ സിരകളിലൂടെയും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ധൈര്യത്തിൽ, ആ ഒരു ഇസ്ലാം നൽകിയ ആർജവത്തോടുകൂടി തന്നെ അവർ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, മാ കുൻത ഫാഇലൻ ഫഅൽ, മാ കുൻത ഫാഇലൻ ഫഅൽ, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. നിന്റെ കയ്യിൽ വാളുണ്ടല്ലോ, നിനക്ക് വേണമെങ്കിൽ കൊല്ലണമെങ്കിൽ കൊന്നോളൂ, തല്ലണമെങ്കിൽ തച്ചോളൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ലഖദ് അസ്ലംനാ, ഞങ്ങൾ രണ്ടുപേരും മുസ്ലിങ്ങളായിരിക്കുന്നു, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അളിയന്റെ നെഞ്ചിൽ കയറിയിരുന്ന് അങ്ങളിയനെ മർദ്ദിച്ചുകൊണ്ടിരുന്ന ഉമർ തങ്ങളുടെ ധീരമായ പ്രഖ്യാപനം കേട്ടുകൊണ്ട് ഒരൽപ്പം ശാന്തനാവുകയാണ്. തങ്ങളുടെ നിശ്ചയദാർഢ്യം ഉമറിനെ ഒന്ന് തണുപ്പിക്കുകയാണ്. അങ്ങനെ ഉമർ അളിയന്റെ നെഞ്ചിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ വായിച്ചു കൊണ്ടിരുന്ന ആ സാധനം ഇങ്ങ് താ, ഞാനൊന്നത് കാണട്ടെ. സാധ്യമല്ല,
വിശുദ്ധിയുള്ളവർക്ക് മാത്രം അത് സ്പർശിക്കാൻ കഴിയുകയുള്ളൂ. നീ പോയി കുളിച്ച് ശുദ്ധിയായി വരൂ, എങ്കിൽ തരാം. ഉമർ പോയി കുളിച്ച് ശുദ്ധിയായി വന്ന് തങ്ങൾ ഓതിക്കൊണ്ടിരുന്ന വചനങ്ങൾ ഉമർ നൽകുകയാണ്. ഏതായിരുന്നു ആ വചനങ്ങൾ? സൂറത്തു താഹയിലെ വചനങ്ങളാണ് അവർ ഓതിക്കൊണ്ടിരുന്നത്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ അർറഹ്മാനു അലൽ അർശി ഇസ്തവാ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വമാ ബൈനഹുമാ വമാ തഹ്ത സറാ. ഓരോ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോഴും ആ വചനങ്ങൾ ഉമറിന്റെ മസ്തിഷ്കത്തിലേക്ക് അങ്ങനെ ഇറച്ചു കയറുകയാണ്. ഓരോ വാക്കുകളും ഉമറിന്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു അനുഭൂതി, വല്ലാത്തൊരു ആകർഷണീയതയെ സൃഷ്ടിക്കുകയാണ്. അങ്ങനെ ഓതി 14-ാമത്തെ ആയത്തിലെത്തുകയാണ്. സൂറത്തു താഹയിലെ 14-ാമത്തെ ആയത്തിലെത്തുകയാണ്. ഇന്നനി അനല്ലാഹ്, ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി ഇന്ന സാഅത ആതിയത്തുൻ അഖാദു വഖഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. പടച്ചവനെ പരിചയപ്പെടുത്തിക്കൊണ്ട്, അല്ലാഹുവല്ലാത്ത ഒരു ഇലാഹില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട്, അതിന്റെ ഫലമായി നമസ്കാരം നിലനിർത്താൻ ആഹ്വാനം നിർവഹിച്ചുകൊണ്ട്, അതിനുശേഷം വരാനിരിക്കുന്ന അന്ത്യനാളിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ആ വചനങ്ങൾ ഉമറിന്റെ ഹൃദയാന്തരാളങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഇത്രയും ആകുമ്പോഴേക്ക് ഉമർ അളിയനോടും സഹോദരിയോടും പറയുന്നുണ്ട്, ആരാണോ ഈ വചനങ്ങൾ അവതരിപ്പിച്ചവൻ, അവനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല. ഇതാരുടെ വാക്കുകളാണോ അവരല്ലാതെ ലോകത്ത് ഇബാദത്ത് ചെയ്യാൻ അർഹനായി ഒരു ശക്തിയുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉമർ പറയുന്നത്, ഫദല്ലൂനി അലാ മുഹമ്മദ്, എന്നെ മുഹമ്മദിന്റെ അടുത്തെത്തിക്കണം. എവിടെയാണ് മുഹമ്മദ് ഉള്ളത്? എനിക്ക് മുഹമ്മദിനെ ഒന്ന് കാണണം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് സൂറത്തു താഹായിൽ ആദ്യത്തെ 10-14 ആയത്തുകളാണ് ഉമറിന്റെ ഹൃദയ മസ്തിഷ്കങ്ങളെ പിടിച്ചുലച്ചത്, ഉമറിനെ മാറ്റിമറിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം. പ്രവാചകനെ വധിക്കാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി ഇറങ്ങിപ്പുറപ്പെട്ട ഉമറിനെ പ്രവാചകന്റെ ആത്മമിത്രമാക്കി, പ്രവാചകന്റെ സംരക്ഷകനാക്കി മാറ്റിയ ഖുർആൻ ഉമറിനെ പോലുള്ള പരുഷനും കഠിന ഹൃദയനുമായ ഒരാളുടെ ഹൃദയത്തെ പോലും ലോലമാക്കുവാൻ, മൃദുലമാക്കുവാൻ, സ്വാധീനിക്കുവാൻ കഴിയുന്ന അത്രയും അപാരമായ വശ്യശക്തിയുള്ള ഒരു ഗ്രന്ഥം. പിന്നെ നമ്മൾ എന്താണ് കാണുന്നത്? പിന്നെ നമ്മൾ കാണുന്നത് വിശുദ്ധ ഖുർആൻ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തയുടെയും വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനമായി മാറുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഹൃദയ മസ്തിഷ്കങ്ങൾ പിന്നെ ഖുർആനിനോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയ മസ്തിഷ്കങ്ങളിൽ ഖുർആനാകുന്ന ഈ പവർഫുൾ സോഫ്റ്റ്വെയർ, ഇതിനേക്കാളും പവർഫുൾ ആയ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ചരിത്രത്തിൽ ലോകത്ത് കണ്ടെത്താൻ കഴിയില്ല. ഈ പവർഫുൾ സോഫ്റ്റ്വെയർ ആയ ഖുർആൻ ഉമർ റളിയല്ലാഹുവിന്റെ ഹൃദയ മസ്തിഷ്കങ്ങളിലേക്ക് അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. പിന്നെന്താ സംഭവിക്കുക? പിന്നെ സംഭവിക്കുക സത്യാസത്യ വിവേചനം സ്വാഭാവികമാണ്. അതാണ് ഫുർഖാൻ ആയ ഖുർആൻ ഉൾക്കൊണ്ട ഉമർ ഫാറൂഖായി മാറുന്നത് നമ്മൾ കാണുന്നത്. ഖുർആനിന്റെ അടിത്തറകളിൽ, ഖുർആനിന്റെ ആശയ അടിത്തറകളിൽ മോൾഡ് ചെയ്ത ഒരു ഹാർട്ട്, ഒരു കൽബ് എത്രത്തോളം എന്ന് വെച്ചാൽ, ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇത് സംബന്ധമായ ആശയം ഉൾക്കൊള്ളുന്ന ആയത്തുകൾ എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്ന് ചിന്തിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, ആളുകളൊക്കെ കള്ള് കുടിച്ച് വന്ന് നമസ്കരിക്കുകയാണ്. കള്ള് കുടിച്ച് നമസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് മനുഷ്യന് ശ്രദ്ധ കിട്ടുക? എന്തുകൊണ്ട് നമസ്കരിക്കുമ്പോൾ കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ആയത്ത് ഇറങ്ങുന്നില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഖുർആൻ ആയത്തുകൾ അവതീർണമാകുന്നു. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറ, നിങ്ങൾ മദ്യപിച്ച അവസ്ഥയിൽ നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ആയത്ത് ഇറങ്ങുകയാണ്. കുറച്ച് നാളുകൾ കഴിഞ്ഞ് വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, ഈ മദ്യപാനം തീർത്തും നിരോധിക്കുന്ന ഖുർആൻ ആയത്തുകൾ എന്തുകൊണ്ട് അവതരിപ്പിക്കപ്പെടുന്നില്ല? സുഹൃത്തുക്കളുമായി തന്റെ ചിന്ത ഉമർ റളിയല്ലാഹു അൻഹു പങ്കുവെക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഖുർആനിന്റെ ആയത്തുകൾ അവതീർണമാകുന്നു. ഫഹൽ അൻതും മുൻതഹൂൻ, ഇനിയും നിങ്ങൾ വിരമിക്കാൻ നിങ്ങൾക്ക് സമയമായില്ലേ എന്ന ഖുർആൻ ആയത്ത് അവതരിക്കുകയാണ്. ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ബന്ദികളുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന വിഷയത്തിൽ സഹാബികൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുമായി കൂടിയാലോചിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു വേറൊരു അഭിപ്രായം പറയുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയക്കുകയാണ്.
ആയത്ത് ഉമർ റളിയല്ലാഹുവിന്റെ അഭിപ്രായത്തെ ശരിവെച്ചുകൊണ്ട് ആയത്തുകൾ അവതീർണമാവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അഥവാ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പുരുഷന്മാരുമായി സംസാരിക്കേണ്ടി വരുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെ സംബന്ധിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയും റസൂലിന് ഇങ്ങനെ ഒരു നിർദ്ദേശം എന്തുകൊണ്ട് അല്ലാഹു നൽകുന്നില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്. അധികം വൈകാതെ തന്നെ നമ്മൾ കാണുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തക്ക് സമാനമായി ഖുർആൻ ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അവതരിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഞാൻ പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് ഖുർആൻ ആയത്തുകൾ അവതരിപ്പിച്ചതല്ല. ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത് കൊണ്ട് ഖുർആൻ ആയത്തുകൾ അവതരിച്ചതല്ല, മറിച്ച് ആയത്തുകൾ ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെയുള്ള മാർഗദർശനങ്ങൾ ഉണ്ടാകണമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയ മസ്തിഷ്കങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഫുർഖാൻ അൽ ഫാരിഖു ബൈനൽ ഹഖ് വൽ ബാത്തിൽ, ആ ഫുർഖാൻ അദ്ദേഹത്തിന് തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ആ ചരിത്രം പരമ്പരകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ ഈ മാസ്മരിക ശക്തിയുള്ള ഖുർആനിനെ ഹൃദയ മസ്തിഷ്കങ്ങളിൽ ഉൾക്കൊള്ളാൻ ആർക്ക് കഴിയുന്നുവോ അവർക്ക് ഈ സത്യാസത്യ വിവേചനം സാധ്യമാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഈ ഖുർആനിൽ ഇത്രയും അപാരമായ ശേഷിയുള്ള, അപാരമായ ആകർഷണ ശക്തിയുള്ള, നമ്മെ ശരിയായതിലേക്ക് വഴി നടത്തുന്ന, സത്യത്തെയും അസത്യത്തെയും നമുക്ക് തന്നെയും വേർതിരിച്ച് കാണിച്ചു തരുന്ന ഈ ഖുർആനാകുന്ന ഈ കരുത്തുറ്റ, കെൽപ്പുറ്റ, ഈ പവർഫുൾ സോഫ്റ്റ്വെയർ പ്രിയമുള്ളവരെ നമുക്ക് എത്രത്തോളം നമ്മുടെ ഹൃദയ മസ്തിഷ്കങ്ങളിലേക്ക് കൊണ്ടുവരാൻ, ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ നമ്മളെ കുറിച്ച് വിചാരണ നടത്തണം. അതിന് എന്ത് വേണമെന്ന് ചോദിച്ചാൽ, ഇത് സാധ്യമാകണമെങ്കിൽ പരിശുദ്ധ ഖുർആനിനോടുള്ള നമ്മുടെ സമീപനത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഇടപെടലുകളിൽ ചില തിരുത്തലുകൾ വരുത്താൻ നമുക്ക് കഴിയണം. ഒന്നാമതായി ഖുർആനിനോട് നമുക്കൊരു മുഹബ്ബത്ത് ഉണ്ടോ? ഖുർആനിനോട് നമുക്കൊരു അപാരമായ ഒരു സ്നേഹം ഉണ്ടാകണം. നമുക്കറിയാമല്ലോ, ഖുർആൻ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവിന്റെ കലാമാണ്. പടച്ചവനെ നമ്മൾ അങ്ങേറ്റം സ്നേഹിക്കുന്നുണ്ട്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനോട് നമുക്ക് അപാരമായ സ്നേഹമുണ്ട്. മറ്റെല്ലാറ്റിനേക്കാളും ഉപരിയായി നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. അപ്പോ അള്ളാഹുവിനോടുള്ള സ്നേഹം പടച്ചവന്റെ കലാമിനെ സ്നേഹിക്കാനും നമുക്ക് പ്രചോദനമാകേണ്ടതില്ലേ? പിന്നെ അള്ളാഹു കഴിച്ചാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലിനോടുള്ള സ്നേഹമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായ വിശുദ്ധ ഖുർആനിനോടുള്ള സ്നേഹമായി കൂടി മാറേണ്ടതല്ലേ? അപ്പൊ ആ ഹുബ്ബ്, ഖുർആനിനോടുള്ള ഹുബ്ബ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വളർത്തിയെടുക്കണം. അള്ളാഹുവിനോടും റസൂലിനോടും ഖുർആനിനോടും ഒക്കെയുള്ള സ്നേഹം നമുക്കുണ്ടാകണം. അള്ളാഹുവിനോടും പ്രവാചകനോടുമുള്ള സ്നേഹം, അള്ളാഹു അവതരിച്ചതും റസൂലിന് അവതരിച്ച് കിട്ടിയതുമായ ഖുർആനിനോട് സ്നേഹിക്കാനും നമ്മെ പ്രേരിപ്പിക്കണം. മറ്റൊന്ന്, ഖുർആനിനെ നമ്മൾ ഇഹ്തിറാം ചെയ്യാൻ കഴിയണമെന്നാണ്. ഖുർആനിനെ ബഹുമാനിക്കാൻ നമുക്ക് കഴിയണം. മുമ്പൊക്കെ മുസ്ലിം സമുദായത്തിൽ ഖുർആനിന്റെ പേജുകളോടെങ്കിലും ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഖുർആൻ പച്ചത്തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് കിട്ടാത്ത ഉയരത്തിൽ സൂക്ഷിച്ചിരുന്നത്. അങ്ങനെ അതിനോടുള്ള ബഹുമാനം കൂടിക്കൂടി എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, 2 സന്ദർഭങ്ങളിൽ മാത്രം ഉറയിൽ നിന്ന് പുറത്തെടുക്കുന്നതായി ഖുർആനെ മാറ്റുകയുണ്ടായി. അത് മാത്രമല്ല, ഖുർആനിന്റെ ആശയങ്ങളോട് സ്നേഹം ഉണ്ടാകണം. അത് പാരായണം ചെയ്യുന്നതിനോടും പഠിക്കുന്നതിനോടും ഒക്കെ ഒരു ബഹുമാനം ഉണ്ടാകണം. ഖുർആൻ പാരായണം നടക്കുമ്പോൾ നിശബ്ദത പാലിക്കുക എന്നത് ഖുർആനിനോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമാണ്. അർത്ഥം മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും ഖുർആൻ എവിടെയെങ്കിലൊക്കെ ഓതുന്നത് കേട്ടാൽ ഫസ്തമിഉ ലഹു, നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കണം. വഅൻസിതു, നിങ്ങൾ നിശബ്ദത പാലിക്കണം. നമ്മുടെ എല്ലാ വൃത്തികേടുകളുടെയും പാശ്ചാത്യ സംഗീതമായി ഉപയോഗപ്പെടുത്താനുള്ളതല്ല പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആൻ. വാഹനങ്ങളിലൊക്കെ ഖുർആൻ പാരായണത്തിന്റെ സീഡികൾ പ്രവർത്തിക്കുകയും വാഹനത്തിലുള്ളവർ ചിരിയും കളിയും അനാവശ്യ വർത്തമാനങ്ങളുമായി യാത്ര ചെയ്യുകയും ചെയ്യുന്നത് ഖുർആനോടുള്ള അനാദരവായി നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ കേൾക്കുകയാണെങ്കിലും അത് ഓതുകയാണെങ്കിലും നമ്മുടെ മനസ്സും മസ്തിഷ്കവും ഒക്കെ അതിന് നൽകാൻ നമുക്ക് കഴിയണം. അഥവാ ഖുർആനിനോട് നമുക്കൊരു ഇഹ്തിറാം ഉണ്ടാകണം എന്നുള്ളതാണ്. 4-മത്തേത്, നമ്മുടെ ഖുർആനിന്റെ തിലാവത്ത് യഥാർത്ഥ തിലാവത്തായി തീരുക. മുമ്പ് ഞാൻ തിലാവത്തിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. തല എന്ന വാക്കിന്റെ അർത്ഥം അനുധാവനം ചെയ്യുക, പിന്തുടരുക എന്നതാണ്. തിലാവത്ത് എന്ന് പറഞ്ഞാൽ പിന്തുടരലാണ്, അനുധാവനം ചെയ്യലാണ്. തിലാവത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനിനെ നമ്മൾ പിന്തുടരുക എന്നതാണ്. എന്തുകൊണ്ടാണ് തിലാവത്ത് എന്ന് ഖുർആൻ പാരായണത്തിൽ പറയുന്നത്? ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കേവലം അതിന്റെ അക്ഷരങ്ങളെ നമ്മുടെ കണ്ണുകൾ പിന്തുടരുക മാത്രമല്ല ചെയ്യേണ്ടത്. നമ്മുടെ കണ്ണുകളെ, നമ്മുടെ ചുണ്ടുകൾ പിന്തുടരുക മാത്രമല്ല ചെയ്യേണ്ടത്. കണ്ണുകളെ, ചുണ്ടുകളും നാവും പിന്തുടരുക മാത്രമല്ല ചെയ്യേണ്ടത്. മറിച്ച് അതിനെ നാവിനെയും ചുണ്ടിനെയും കണ്ണുകളെയും ഒക്കെ നമ്മുടെ മസ്തിഷ്കവും കൂടി പിന്തുടരണം, നമ്മുടെ ഹൃദയവും കൂടി പിന്തുടരണം.
അങ്ങനെ ഹൃദയ മസ്തിഷ്കങ്ങളെ നമ്മുടെ ശരീരം അനുധാവനം ചെയ്യുന്ന, എന്ന് പറഞ്ഞാൽ ഖുർആനിനോടൊത്തുള്ള നമ്മുടെ മുഴുവൻ അവയവങ്ങളുടെയും ഒരു ഘോഷയാത്ര, അനുധാവന ഘോഷയാത്രയാണ് യഥാർത്ഥത്തിൽ തിലാവത്തുൽ ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആൻ മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് പോലെ, നോവലുകളോ മറ്റ് സാഹിത്യങ്ങളോ വായിക്കുന്നത് പോലെ വായിച്ചു വിടേണ്ട ഗ്രന്ഥമല്ല എന്ന് ഞാൻ മുമ്പ് പറയുകയുണ്ടായി. വായിച്ചെടുക്കേണ്ട ഗ്രന്ഥമാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് എങ്ങനെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഖുർആനെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ, ഖുർആനെ കുറിച്ച് ഒരൽപ്പവും ഫിക്റാവാതെ എങ്ങനെയാണ് ഒരാൾ കേവല വായനയിലൂടെ ഖുർആനോട് മുന്നോട്ട് പോവുക? അഫലാ തഅഖിലൂൻ, യുംകിൻ കുൻതും തഅഖിലൂൻ, അഫലം തകൂനു തഅഖിലൂൻ, ആവർത്തിച്ചാൽ ലഅല്ലക്കും തഅഖിലൂൻ. 24 തവണയാണ് ഖുർആൻ ഈ ചോദ്യം നമ്മോട് ചോദിക്കുന്നത്. 24 തവണയാണ് ഈ ചോദ്യം ഖുർആൻ നമ്മോട് ചോദിക്കുന്നത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്ന് 2 തവണ ഖുർആൻ ആവർത്തിച്ചു ചോദിക്കുന്നു. അഫലാ തതദക്കറൂൻ, നിങ്ങൾ വിചാരിക്കുന്നില്ലേ, ബോധമുള്ളവരാകുന്നില്ലേ എന്ന് 3 തവണ ഖുർആൻ നമ്മളോട് ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇത്തരം മൂർച്ചയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയ മസ്തിഷ്കങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തൊരു തിലാവത്താണ് നമ്മൾ നടത്തുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഞാൻ പറയുന്നത്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും ഖുർആനോടൊപ്പം സഞ്ചരിക്കുന്ന അവസ്ഥയിലേക്ക് മാറാൻ. അപ്പോഴാണ് വജിലത്ത് ഖുലൂബുഹും എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. വഇദാ തുലിയത്ത് അലൈഹിം ആയാതുഹു വജിലത്ത് ഖുലൂബുഹും എന്ന് പറഞ്ഞല്ലോ. ഹൃദയത്തിൽ ചലനമുണ്ടാകുന്ന അവസ്ഥ, ഹൃദയത്തിൽ ചലനമുണ്ടാകുന്ന അവസ്ഥ. കണ്ണുകളും ചുണ്ടുകളും മാത്രം പങ്കെടുക്കുന്ന ഒരു വ്യായാമമല്ല യഥാർത്ഥത്തിൽ തിലാവത്തുൽ ഖുർആൻ. തഖശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖശൗന റബ്ബഹും, തന്റെ നാഥനെ ഭയപ്പെടുന്നവരുടെ തൊലികൾ വരെ നിർമ്മലമായി തീരുന്നു, അവർക്ക് രോമാഞ്ചം ഉണ്ടാകുന്നു. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, അഥവാ തൊലികളും ഹൃദയങ്ങളും ഒക്കെ തരളിതമായി പടച്ചവനെ കുറിച്ചുള്ള സ്മരണയിലേക്ക് അടുക്കുന്ന തറ അവയുനുഹും തഫീദു മിനത്തം, കണ്ണുകൾ ഈറനണിയുന്ന ഇങ്ങനെ ഒരു തിലാവത്ത് ഒരു വൈകാരിക അനുഭവമായി മാറുന്ന, ഖുർആനിന്റെ പിന്നാലെയുള്ള ഒരു അനുധാവന ഘോഷയാത്രയായി മാറുന്ന തിലാവത്തുൽ ഖുർആൻ. പ്രിയമുള്ളവരെ, പരലോകത്ത് നമ്മൾ ചെല്ലുമ്പോൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി വിളിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവരോട് പറയും പോലും, അല്ലാഹു യഖറഉ വർത്തഖി, വായിക്കൂ, ഖുർആൻ നീ വായിക്കൂ, ഉയരൂ, വളരൂ, വറത്തിൽ കമാ കുൻത തർതീല, എങ്ങനെയാണോ ദുനിയാവിൽ നീ മുറിച്ചുകൊണ്ട് നിർത്തിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്തത്, അതുപോലെ നീ പാരായണം ചെയ്യുക. അള്ളാഹുവിന്റെ അടുത്തുള്ള നിന്റെ സ്ഥാനം, പരലോകത്ത് നിന്റെ സ്ഥാനം എന്ന് പറയുന്നത് നീ പാരായണം ചെയ്യുന്ന അവസാന ആയത്തിന്റെ സ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ, ഓരോ പ്രാവശ്യവും നിർത്തുമ്പോൾ ഓരോ പടി നീ ഉയരുകയാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ സംഭവിക്കുക. അങ്ങനെ പാരായണത്തിന്റെ അവസാന ആയത്ത് വരെ നീ ഉയർന്നുയർന്ന് സ്വർഗത്തിന്റെ ഉന്നതിയിൽ നിന്നെ എത്തിക്കും ഈ പരിശുദ്ധ ഖുർആൻ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മോട് പഠിപ്പിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ദുനിയാവിൽ നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും നമ്മൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവും കുടുംബപരവും വ്യക്തിപരവും സാമ്പത്തികവും നിങ്ങൾ അനുഭവിക്കുന്ന ദുനിയവിയായ സകല പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന് പരിശുദ്ധ ഖുർആനാകുന്ന ഒരൊറ്റ മൂലി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ആഖിറത്തിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇടം കിട്ടാനുള്ള വഴിയും ഖുർആൻ തന്നെയാണ്. ഖുർആനോടുള്ള സമീപനത്തിൽ തിരുത്തേണ്ടത് തിരുത്തിയും വരുത്തേണ്ടത് വരുത്തിയും മാറ്റങ്ങൾ ആവശ്യമുള്ളിടത്ത് മാറാൻ തീരുമാനിച്ചും മുന്നോട്ട് പോകുന്നിടത്താണ് പ്രിയമുള്ളവരെ നമ്മുടെ ഇഹവും പരവും നമ്മുടെ ദുനിയാവും ആഖിറത്തും മെച്ചപ്പെട്ടതായി തീരുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പരിശുദ്ധ ഖുർആനിനോടുള്ള സമീപനം വഴി ദുനിയാവും ആഖിറവും മെച്ചപ്പെടുന്ന വിജയികളാകുന്ന വിശ്വാസികളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും.